എന്താണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്? എന്താണ് DTAA? ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എത്രയാണ്? എങ്ങനെയാണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിനും ബിസിനസ്സുകൾക്കും മൾട്ടിപ്പിൾ കൺട്രീസിൽ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അവരുടെ ആ ഇൻകം ഓരോ കൺട്രികളിലും ടാക്സിന് വിധേയമാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ് ആണ് DTAA അഥവാ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് പ്രകാരം ഇവർക്ക് ഒരു നാഷനിൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതിയാവും. ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റ് അവൈൽ ചെയ്യുന്നതിന് ടാക്സ് പേയർക്ക് അവർ റിസൈഡ് ചെയ്യുന്ന കൺട്രി ഏതാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. ഒരു പ്രത്യേക ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം, അതായത് ടാക്സ് പേയർ ഒരു പ്രത്യേക കൺട്രിയിൽ റിസൈഡ് ചെയ്തിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. ഇന്ത്യക്ക് ലോകത്താകമാനം 94 കൺട്രികളുമായി ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നിലവിലുണ്ട്. നോൺ റെസിഡൻസ് ആയ അസസികൾക്കും ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്, അതായത് രണ്ട് രാജ്യങ്ങളിൽ ടാക്സ് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരും TRC കൊടുത്താൽ മതി. അതായത് NRIക്കാര് ഏത് രാജ്യത്താണോ റിസൈഡ് ചെയ്യുന്നത് അവിടെ നിന്നും കിട്ടുന്ന ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഇവിടത്തെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഈ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ഫിനാൻഷ്യൽ ഇയർ മാത്രമാണ് അതിന് വാലിഡിറ്റി ഉള്ളൂ. അതായത് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഫ്രഷ് ആയി ഇഷ്യൂ ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായി ആവശ്യമുണ്ട് എന്നാണ്. 10F, 10FA അങ്ങനെ രണ്ട് ഫോമുകൾ ഉപയോഗിച്ചാണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസിന് വേണ്ട അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. 10F എന്ന ഫോം NRIക്കാർക്കും 10FA എന്ന ഫോം ഇന്ത്യൻ റെസിഡൻസിനും വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. ഈ 10F അല്ലെങ്കിൽ 10FA എന്ന ഫോമിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് നമുക്ക് തിരിച്ചു തരുന്ന ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഫോം 10FB എന്നാണ് അറിയപ്പെടുന്നത്. NRIക്കാര് അവർക്ക് വേണ്ട TRC, അതായത് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് അവിടെയുള്ള ഫോറിൻ കൺട്രി അതോറിറ്റീസിൽ നിന്നാണ്. ഇന്ത്യൻ അസസീസ് അവരുടെ 10FA ഫോം ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് അതാത് അസസിംഗ് ഓഫീസറുടെ അടുത്താണ്. ഈ അസസിംഗ് ഓഫീസറിനെ അറിയാൻ വേണ്ടി ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ അസസീസിന്റെ പാൻ കാർഡ്, അവരുടെ പാൻ ഏത് മൊബൈലാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ, അവരുടെ രജിസ്ട്രേഷൻ, അതെല്ലാം ഉപയോഗിച്ച് അസസിംഗ് ഓഫീസറിനെ കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ആ അസസിംഗ് ഓഫീസർക്ക് 10FA ഫോം ഫില്ല് ചെയ്താണ് കൊടുക്കേണ്ടത്. ഇത് പൂർണ്ണമായും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്.